ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഭാഷും ചാന്ദിനിയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നു. നികേഷ് ഫോൺ കാണുന്നു, ഹരീഷ് ഫോൺ കാണുന്നു. അപ്പോൾ അതേ ഇടയ്ക്കിടയ്ക്ക് ഇവരെല്ലാവരും ചാന്ദിനിനെയും നമ്മുടെ സുഭാഷിനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് ഒട്ടക്കണ്ണിട്ട് ഒളിഞ്ഞു നോക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ലളിത അടുക്കളയിൽ നല്ല ജോലിയാണ്. അപ്പം നിധി അങ്ങോട്ടേക്ക് ചെന്നു. എന്തെടുക്കുക, ഫുഡ് ഉണ്ടാക്കുകയാണെന്ന് ചോദിച്ചു. അല്ല, തുണി ആൽക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞതേ നമ്മുടെ നിധിയെ കളിയാക്കുന്നു ലളിത. സ്റ്റൗ ഫ്രീ ആയെങ്കിൽ എനിക്കൊരു ഇത്തിരി അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതൊന്നും ഇപ്പം നടക്കില്ല. തൊഴാൻ വന്നവർ അമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ചു പോയിക്കൊള്ളണമെന്ന് പറഞ്ഞു. അല്ലാതെ ഈ അടുക്കളയിൽ നിരങ്ങാൻ വരണ്ടാന്ന് പറഞ്ഞു. അപ്പം എന്തിനിങ്ങനെ ചാടിക്കടിക്കുന്നതെന്ന് ചോദിച്ചു നിധി. അപ്പം നമ്മുടെ സുധീഷ് അങ്ങോട്ടേക്ക് വന്നു. എന്താ നിധി പ്രശ്നം എന്ന് ചോദിച്ചു. ഇവർ തന്നെ ചീത്ത പറഞ്ഞോ എന്ന് ചോദിച്ചപ്പം അങ്ങനെയൊന്നുമില്ല, ഞാൻ സ്റ്റൗ ഒന്നും ഉപയോഗിക്കാൻ ചോദിച്ചതാണെന്ന് നിധി പറയുമ്പം ഇയാൾ ഇവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പോകണോ? എടോ, നമുക്കെന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കാവെന്ന് പറഞ്ഞു സുധീഷ്. ഇവിടെ തൊഴാൻ വരുന്നവരെ ശുദ്ധം പാലിച്ച് സ്വയം പാചകം ചെയ്ത് കഴിക്കണം, അതാണ് ചിട്ട എന്ന് ലളിത പറയണു. ഈ ചിട്ടകളും ശീലങ്ങളും ഒക്കെ കാലം മാറുമ്പോൾ മാറാനുള്ളത് അമ്മായി. അമ്പലത്തിനടുത്ത് തൊഴാൻ വരുന്നവർക്ക് മാത്രമായിട്ടേ ശുദ്ധ അശുദ്ധവും നോക്കിയിട്ട് വെച്ച് വിളമ്പുന്ന ഒരു ഹോട്ടലുണ്ട്. ഞാൻ അന്വേഷിച്ചായിരുന്നു. നിധിയെ നമുക്ക് അവിടുന്ന് വാങ്ങി കഴിക്കാം, താൻ പാടോ വരാമെന്ന് പറഞ്ഞു. തോട്ടുമല്ലാത്ത പേനൊരിത്തിരി വെള്ളം ചൂടാക്കി കുടിക്കാൻ വന്നതാ, പക്ഷെ സ്റ്റൗ തരില്ല എന്ന് പറയുന്നു എന്ന് നിധി. എന്താ സംശയം? ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ പാത്രത്തിൽ വല്ലതും തൊടാൻ നിന്നെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ലളിത. അതെന്താ, നിങ്ങളുടെ ഗൾഫിലുള്ള ഭർത്താവ് നിങ്ങളുടെ ധനശേഖരണം അവൻ ധനം കൂട്ടിവെച്ച് കെട്ടിയുണ്ടാക്കി അടുക്കളയും വാങ്ങി വെച്ച പാത്രങ്ങളൊക്കെ ആണോ ഇരിക്കുന്നത്? അല്ലല്ലോ. തോന്നിയ ദിവസം പറഞ്ഞുകൊണ്ടല്ലോ എന്ന് പറഞ്ഞു ലളിത. അപ്പൊ നിങ്ങൾക്ക് തോന്നിയ ദിവസം കാണിക്കാല്ലേ എന്ന് സുധീഷ്. വന്ന് കയറിയപ്പോൾ മുതൽ തുടങ്ങിയതാണല്ലോ നിങ്ങൾ നിധിയുടെ മേലെ തട്ടിക്കയറാനായിട്ട്. നിധിയുടെ മേലെ തട്ടിക്കയറാൻ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ സുധീഷ് വഴക്ക് വേണ്ടാന്ന് പറഞ്ഞു നിധി. നിങ്ങൾ ഇവൾക്ക് സ്റ്റൗ കൊടുക്കില്ലെന്ന് പറഞ്ഞോ? ഈ വീട്ടിലെ അടുക്കളയിൽ 2 മുറികളും ഞങ്ങൾ ബുക്ക് ചെയ്തതാണെന്ന് പറഞ്ഞപ്പം അങ്ങനെ ബുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല, അടുക്കള കോമൺ ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. സുധീഷ വഴക്ക് വേണ്ടാന്ന് പറഞ്ഞു നിധി. ഇതിലെന്ത് വഴക്കാ നിധി? ന്യായം നമ്മുടെ ഭാഗത്തല്ലേ? മാർഗം ഇങ്ങോട്ടെന്ന് പറഞ്ഞു നമ്മുടെ സുധീഷ് എന്ന് ആ പാത്രം എടുത്തു മാറ്റി അടുപ്പത്തിരിക്കുന്ന ആ ഒരു തീയിലേക്ക് സുധീഷ് ഒരു പാത്രം എടുത്തു വെച്ചു. അപ്പോഴത്തേക്ക് ലളിത അവിടെ കിടന്ന് ഒച്ച വെച്ചു. അയ്യോ അമ്മായി, പച്ചക്കറികൾ പാതി വേവിച്ച് കഴിക്കുന്നത് നല്ലത്, ഈ തടിയൊക്കെ ഒന്ന് കുറയട്ടേന്നേ. നമ്മുടെ സുധീഷ് എറണം കെട്ടവനെ മാറിയാതൊക്കെ അതെടുത്ത് തിരിച്ചു വെച്ചോളാൻ പറഞ്ഞു ലളിത. അപ്പം സുധീഷ് 5 മിനിറ്റ് നിന്ന് ക്ഷമിക്കമ്മായി, വെള്ളം ഇപ്പം ചൂടാകും, ഞങ്ങൾ അങ്ങ് വെച്ചേക്കാം. എടാ പോക്കൃത്തരോ നീ കാണിക്കുന്നതെന്ന് ലളിത. അമ്പലത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാതിരിക്കുന്നത്. അപ്പം അമ്മായി കാണിക്കുന്നതൊന്നും പോക്കൃത്തരം അല്ലേ? ഇത്രയും നേരം കിടന്ന് ഉറഞ്ഞു തുള്ളിയതേ അമ്പലത്തിലേക്ക് വന്നത് ഓർമ്മയില്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു സുധീഷ വഴക്ക് വേണ്ടാന്ന് പറഞ്ഞു നിധി. എൻ്റെ പൊന്നു നിധി, ഞാൻ എവിടെ വഴക്കിടുന്നു? വഴക്കിടാൻ വന്നത് ഇവരല്ലേ? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഞാൻ ഉണ്ടാക്കുന്നത് കഴിയും, എന്നിട്ട് അടുപ്പ് തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാകുമായിരുന്നോ? അപ്പോഴേക്കും അടുക്കള എൻ്റെ ആണ്, പാത്രം എൻ്റേതാണ് എന്നൊക്കെ പറഞ്ഞ് അധികാരം കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞ് നിന്റെ ചേട്ടനെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞില്ലല്ലോ. പറയാൻ ഇപ്പം തന്നെ വിളിക്കാം, ഫോൺ വിളിച്ച് ഇപ്പം തന്നെ പറഞ്ഞോളാൻ പറഞ്ഞു. ആ ചൂട് മതി, വെള്ളം വാങ്ങിക്കോളാൻ പറഞ്ഞു നിധി. മതിയോ, അന്ന് ഇയാൾ പോയിക്കോ, വെള്ളം ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു സുധീഷ്. താൻ പേടിക്കേണ്ട, പോയിക്കോ, വെള്ളം ഞാൻ കൊണ്ടുവന്നോളാം. പോടോ എന്നും പറഞ്ഞു നിധിയെ സുധീഷ് പറഞ്ഞു വിട്ടു. അപ്പം സുധീഷ് ഈ വെള്ളമായിട്ട് അങ്ങോട്ടേക്ക് പോണു. അപ്പോഴത്തേക്ക് ലളിത ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം നമ്മുടെ സുധീഷ് ആ വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തുന്നു. ലളിത എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുക. സമയം സുധീഷിൻ്റെ അടുത്ത് ലളിതയ്ക്ക് പേടി. എടാ അതെടുത്ത് തിരിച്ച് അടുപ്പിൽ 6 വെക്കുവാണോന്ന് ചോദിച്ചു. 6 വെക്കാനില്ലല്ലേ, എന്നാൽ ഞാൻ എടുത്ത് കളയാവേന്ന് സുധീഷ്. എന്നെ വേണ്ട, കളയണ്ടേ? എന്നും പറഞ്ഞുകൊണ്ട് ലളിത നിൽക്കുക. നമ്മുടെ സുധീഷ് അങ്ങ് പോയി. എൻ്റെ കർമ്മം എന്നും പറഞ്ഞ് ലളിത അവിടെ നിന്ന് അടുക്കളയിൽ ജോലി ചെയ്യുന്നു. ഈ സമയം പിന്നെ സുഭാഷും ചാന്ദിനിയും കൂടെ സംസാരിക്കുന്നിടത്തേക്ക് നിധി വരികയാണ്. മോളെ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ആ സമയം ഇത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോയതായിരുന്നേ. സുനന്ദയുടെ അമ്മ കണ്ണു പൊട്ടുന്ന ചീത്ത പറഞ്ഞു എന്ന് നിധി. നിന്നെ ചീത്ത പറഞ്ഞോ? അത് കേട്ടിട്ടാ ഞാൻ അങ്ങോട്ട് ചെന്നതെന്നും പറഞ്ഞ് സുധീഷ് വന്നു. അല്ല, അവരെന്തിനാ നിന്നെ ചീത്ത പറയുന്നേ? അടുക്കളയിൽ നമുക്ക് കയറാൻ പറ്റില്ല അത്രേ. എന്നിട്ടിപ്പോൾ എന്താ? ഞാൻ അടുപ്പിലിരുന്ന പാത്രം എടുത്ത് മാറ്റി വെള്ളം തിളപ്പിച്ചെടുത്തു എന്ന് സുധീഷ്. അപ്പോൾ ഹരീഷും നികേഷും കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവാണ്. അന്നേരം മോളെ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാമെന്ന് നമ്മുടെ സുഭാഷ് പറയാം. അപ്പം നിധി ഇതാ വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നിധിക്ക് സുധീഷ് കൊണ്ടുവന്ന് വെള്ളം കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ എടാ നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മണിച്ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. നികേഷിന് ഇവർ 100 വിളി വിളിച്ചു, പക്ഷെ നികേഷ് കേൾക്കുന്നില്ല, ഫോണിനകത്ത് മുഴുകി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്ക് ഒച്ചയ്ക്ക് നികേഷേ എന്ന് പറഞ്ഞ് ഒച്ചയ്ക്ക് സുധീഷ് വിളിച്ചു. എന്നാന്ന് ചോദിച്ചുകൊണ്ട് നികേഷ് എഴുന്നേറ്റ് വരിക. നീ ഏത് നേരം നോക്കിയാലും ഇപ്പോൾ ഈ ഫോണിനകത്താണല്ലോ, എന്നതാടാ ഇതെന്ന് ചോദിച്ചപ്പം അത് ഞാൻ മാത്രമല്ലല്ലോ, ഹരീഷേട്ടനും ഉണ്ടല്ലോ എന്ന് നികേഷ്. ഞാൻ പിന്നെ ഗെയിം കളിക്കാൻ നോക്കിയത്. ഹരീഷേട്ടനോ ഡാ കളിക്കല്ലേ. അപ്പോൾ മണിച്ചേട്ടൻ അങ്ങോട്ടേക്ക് ഇവർക്ക് ഫുഡുമായിട്ട് വരുവാണ്. എല്ലാവരും മുറ്റത്തിരുന്ന് കാറ്റ് കൊള്ളുവാണോ? ഞങ്ങൾ വെറുതെ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നെന്ന് പറഞ്ഞപ്പോൾ
ചേട്ടത് മറ്റേ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നല്ലേന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ അമ്പലത്തിലേക്ക് വരുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഇടമുണ്ട്. അപ്പോൾ സ്വാമീസ് അവിടെ നിന്നാണെന്ന് പറഞ്ഞു. ഓ സ്വാമീസ്, അപ്പോൾ നിങ്ങൾ നേരത്തെ ഓർഡർ ചെയ്തു എന്ന് നീതി ചോദിച്ചപ്പം വന്ന ഉടനെ ചെയ്തതാണെന്ന കാര്യം സുധീഷ് പറയാം, തന്നോടത് പറഞ്ഞില്ലെന്നേ ഉള്ളെന്ന് പറഞ്ഞു. യാത്ര ചെയ്തൊക്കെ വന്നതല്ലേ, എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ കാണുമല്ലോ. അങ്ങനെ ഫുഡൊക്കെ കൊണ്ടു കൊടുത്തു. അപ്പം ഞങ്ങളൊക്കെ വെറുതെ കിടന്നുറങ്ങി വന്നതല്ലേ, ഇയാളല്ലേ ഇവിടം വരെ വണ്ടി ഓടിച്ചത്, ക്ഷീണം നിങ്ങൾക്കായിരിക്കും കൂടുതലെന്ന് നിധി പറഞ്ഞപ്പോൾ ആ ചേട്ടൻ നിന്ന് ചിരിക്കുന്നു. അപ്പോൾ ദത്ത് കണ്ടോ സുധീഷേട്ടൻ ഇവിടെ വന്നപ്പോഴത്തേക്കും സുധീഷേട്ടൻ ഏട്ടത്തിയുടെ അടുത്ത് സ്കോർ ചെയ്യാൻ തുടങ്ങിയല്ലോ. അതെ എന്ന് പറഞ്ഞു നികേഷും ഹരീഷും കൂടി ഇരുന്ന് പറയാം. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. ഇവിടെ ഇരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ മണിച്ചേട്ടൻ കഴിച്ചായിരുന്നോ എന്ന് സുഭാഷ് ചോദിച്ചു. ഞാൻ കഴിച്ചതാ, നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അപ്പോഴത്തേക്ക് ലളിത അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇവരെല്ലാവരും ഫുഡ് കഴിക്കുന്നത് കണ്ടു ലളിത. ആരോ ചിലരുടെ ഭക്ഷണം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് നമ്മുടെ സുധീഷ്. ഇത്ര ഗംഭീരമായിട്ടുള്ള ഭക്ഷണം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു അല്ലേടാ നികേഷേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ്. അതെ ചിലരുടെ പോലെ തനി കഞ്ഞിയായില്ലല്ലോ നമ്മുടെ നികേഷ്. അപ്പോൾ ലളിതയ്ക്ക് ദേഷ്യം വരെ കേട്ടോ അതൊക്കെ കേട്ടിട്ട്. അങ്ങനെ അവരെല്ലാവരും ഇരുന്ന് നല്ല ഫുഡ് കഴിക്കാം. ലളിത എന്തേലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഇതൊക്കെ ഇങ്ങനെ കുശുമം കുത്തി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ പോയി എന്ന് പറഞ്ഞ സുധീഷ്. അങ്ങനെ അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും കുറച്ച് പേര് അങ്ങോട്ടേക്ക് വരുന്നു. അതായത് നമ്മുടെ ഭാസ്കരേട്ടൻ കുറേ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ എല്ലാം 4 കാലയിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഭാസ്കരേട്ടൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ വാടാ നമുക്കിവിടെ ഇരിക്കാമെന്നൊക്കെ പറയുമ്പോൾ ഇല്ല നീ ഇവിടെ ഇരുന്നു, ഞങ്ങൾ പോവുക, കുറേ കാലത്തിന് ശേഷം നിന്നെ കണ്ടതുകൊണ്ട് ഞങ്ങൾ കൂടെ വന്നതാന്നൊക്കെ പറഞ്ഞ ആ ചേട്ടന്മാർ. അങ്ങനെ ഇവരെല്ലാവരും അച്ഛൻ്റെ കൂട്ടുകാരുടെയും വർത്തമാനവും ഒക്കെ കേട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ. അങ്ങനെ വന്നപ്പോൾ ഈ മക്കളെ എല്ലാവരെയും കൂടെ കണ്ടപ്പോൾ ഭാസ്കരേട്ടൻ വന്നവർക്കെല്ലാം മക്കളെ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അതെൻ്റെ മൂത്ത മോൻ, ഇതെൻ്റെ ഇളയ മോൻ, അതാ മോൻ, ഈ മോൻ, 4 മക്കളും അവൻ്റെ ഭാര്യയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഹാപ്പി ഫാമിലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. ഇതെന്താ കാഴ്ച ബംഗ്ലാവോ എന്ന് സുധീഷ് നേരം പതുക്കെ അവിടെ നിന്ന് നിധിയോട് ചോദിക്കുക. കാലങ്ങൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞ നല്ലൊരു കാഴ്ച ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭാസ്കരേട്ടൻ കൂട്ടുകാരോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു. പിന്നെ പാട്ടായി, ഡാൻസായി, അങ്ങനെ ഒച്ചയും പാടൊക്കെ ആയപ്പോഴത്തേക്ക് ലളിത തുള്ളി ഉറഞ്ഞ് അങ്ങോട്ടേക്ക് വന്നു. എന്നാ കൂത്താ ഇവിടെ കിടന്ന് കാണിക്കുന്നത്, എൻ്റെ മോളും മരുമോനും ഉപ്പ ഇങ്ങോട്ടേക്ക് വരും, അവർ വന്ന് ഈ കൂത്താട്ടം കാണണോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര എന്ന് പറഞ്ഞിട്ട് സുഭാഷും സുധീഷും നികേഷും ഒക്കെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എൻ്റെ പൊന്നോ നീ ഇവിടെ ഉണ്ടായിരുന്നോ, നീ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് മണി എന്നോട് പറഞ്ഞായിരുന്നു, നമസ്കാരമുണ്ട് പെങ്ങളെ എന്നും പറഞ്ഞ് ഇങ്ങനെ കൈ കുപ്പിയൊക്കെ കാണിക്കാം. നമ്മുടെ ഭാസ്കരേട്ടൻ ലളിതയെ കളിയാക്കി. കയ്യിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് സുഭാഷ് ഇങ്ങനെ നേരെ സമയത്ത് അവിടെ ഇരിക്കണു. എല്ലാവരും ഇങ്ങനെ ഇവരെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. ഒന്ന് നോക്കിക്കേ, നീ ഇത് കണ്ടോ, നമ്മുടെ വെങ്ങള എന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരേട്ടൻ കൂട്ടുകാരോട് പറയുന്നു. അപ്പോൾ കൂട്ടുകാർ നമ്മുടെ ലളിതയെ പറ്റി കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ ഒച്ചയ്ക്ക് പാട്ടും ഇതൊക്കെ ആയി. ഭക്ഷണം കഴിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും പായും തലേണ്ണയൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ നിധി അവിടെ നിൽക്കുന്നു. മോൾക്ക് ഇവിടെ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു സുഭാഷ്. അപ്പോൾ അതേന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പോയി കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ നിധി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ അതിനുശേഷം എല്ലാവരും ഇങ്ങനെ കിടക്കും. അപ്പോഴത്തേക്ക് നിധിയുടെ പിന്നാലെ സുധീഷ് എന്ന്. നിധി അയ്യോ എന്ന് പറഞ്ഞ് നിധി പേടിച്ച് തിരിഞ്ഞു നോക്കി. സുധീഷ് എന്തിനിങ്ങനെ പിന്നാലെ വന്ന് പേടിപ്പിക്കുന്നേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുക. അയ്യോ ഞാനൊന്ന് വിളിച്ചല്ലേ ഉള്ളൂ, ഇങ്ങനെ തൊട്ട് പുറകെ പിന്നാലെ വന്ന് വിളിക്കുമ്പോഴാണോ പേടിക്കാതിരിക്കുന്ന മനുഷ്യരാ. അത് പിന്നെ സോറി എന്ന് പറഞ്ഞ് സുധീഷ് ഇങ്ങനെ നിൽക്കുക. പറ എന്താ കാര്യം, എന്തിനാ വിളിച്ചേ? അല്ല എത്ര ചെറിയ ശബ്ദത്തിന് ഇങ്ങനെ പേടിച്ചാൽ രാത്രി ശരിക്കും പേടിക്കില്ലേ എന്ന് സുധീഷ് നിധിയോട് ചോദിച്ചു. നിധി ഇങ്ങനെ നോക്കുക. അല്ല പുതിയ നാട്, പുതിയ വീട്, പുതിയ മുറി, പരിചയമില്ലാത്ത അന്തരീക്ഷം, അതുകൊണ്ട് പറഞ്ഞു പോയതാകട്ടോ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ ഞാൻ വന്ന് കൂടെ കിടക്കാമെന്ന് പറയായിരുന്നു എന്ന് സുധീഷ് നിധിയോട് പറഞ്ഞപ്പോൾ നിധി ഇങ്ങനെ നോക്കുക. അയ്യോ തെറ്റായിട്ടൊന്നും ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ, ഈ റൂമിൻ്റെ മൂലയിലങ്ങ് മാറി അവിടെ പതിയെ കിടന്നോളാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് സുധീഷ്. നിധി ഇങ്ങനെ നോക്കുക സുധീഷിനെ. അല്ല രാത്രിയിൽ ഇനിയിപ്പോൾ കറണ്ട് എങ്ങാനും പോയാൽ നിധി പേടിക്കണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു സുധീഷ്. കറണ്ട് പോയാൽ എൻ്റെ ഫോണിൽ ടോർച്ച് ഉണ്ട്, അത് ഓൺ ചെയ്തോളൂ, ഇയാളുടെ സഹായമൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ നമ്മുടെ സുധീഷ് കിടന്ന് ഇങ്ങനെ ചളി അടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ ഹരീഷ് അങ്ങോട്ടേക്ക് വന്നു. അതിന് സുധീഷേട്ടന് എത്ര ബുദ്ധിമുട്ടെന്ന് എന്തിനാ, ചാന്ദിനിയല്ലേ കൂടെ ഉള്ളത്, പിന്നെ എന്താ കുഴപ്പം? എടാ മഹാബാബി എന്ന് പറഞ്ഞ നമ്മുടെ സുധീഷ് നേരം അവിടെ നിൽക്കുക. ഏട്ടത്തി പോയി കിടന്നു. അപ്പോൾ ശരി ഏട്ടത്തി വാതിലടച്ചേക്കാം. ഞാൻ എങ്ങനെയെങ്കിലും അവളുടെ കൂടെ മുറിയിലൊന്നും കിടന്നോളില്ലായിരുന്നോടാ, അതിൻ്റെ സെറ്റപ്പ് ശരിയാക്കി വന്നപ്പോൾ നിന്നോട് ആരാടാ മഹാബാബി വരാൻ പറഞ്ഞത്? അതെ സുധീഷ് ഏട്ടൻ ആ മുറിയിൽ കുറച്ച് നേരം കൂടെ അവിടെ നിന്നിരുന്നെങ്കിലേ ഏട്ടത്തി നല്ല ആട്ടി വെച്ചേനെ, അതുകൊണ്ടാണ് ഞാൻ പിടിച്ചോണ്ട് വന്നത്. ഒന്ന് പാടിറക്കാൻ നിനക്ക് അസൂയ, പിന്നെ എനിക്കാ. എന്നാൽ ചെന്ന് ചെരുപ്പ് കൊണ്ട് കാരണം തടിയും വാങ്ങിച്ചിട്ട് വാ. വേണ്ട അല്ലേ, ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് ഹരീഷ് വിളിച്ചോണ്ട് പോണു.
ആ സമയത്ത് ചാന്ദിനി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ചാന്ദിനിയോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയാം, നിധി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചാന്ദിനിയെ നിധി കൂട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് സുധീഷ് പിന്നാലെ പോകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വാ മനുഷ്യ ഇങ്ങോട്ടെന്ന് പറഞ്ഞു നമ്മുടെ ഹരീഷ് സുധീഷിനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് കൂടെ കിടത്തി. അങ്ങനെ അവരവിടെ കിടക്കുന്നു. നിധിയും അതുപോലെ ചാന്ദിനിയും കൂടെ അകത്തേക്ക് പോയി. ആ സമയത്ത് ലളിത അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവർ അവിടെ കിടക്കുന്നത് കാണുക കേട്ടോ. അപ്പോൾ അവർ 4 പേരും കൂടെ അവിടെ കിടക്കുന്നത് കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ലളിത ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമോ ഇവർ. അങ്ങനെ സുധീഷും ഹരീഷും ഒക്കെ കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ലളിതയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയം, അങ്ങനെ എന്തൊക്കെയോ സംശയം കൊണ്ട് ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ ലളിത ഇങ്ങനെ പാത്തും പതുങ്ങി അവരുടെ മുറിയിലേക്ക് ചെല്ലുക, അതായത് നിധിയുടെയും അതുപോലെ ചാന്ദിനിയുടേതും. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ ഡോറിൽ കൊട്ടി, ഡോറിൽ ഇങ്ങനെ തട്ടി തട്ടി വിളിക്കുകയാണ്. അങ്ങനെ തട്ടി തട്ടി വിളിച്ചപ്പോൾ നിധി വന്നു വാതിൽ തുറന്നു. അല്ല നീ ഈ മുറിയിലാണോ കിടക്കുന്നേ? ആ അതെ. അല്ല സുധീഷ് എന്താ അവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം അതിനിപ്പോൾ എന്താന്ന് ചോദിച്ചു നിധി. അല്ല നിന്റെ ഭർത്താവ് എന്താ ഈ മുറി കിടക്കാത്തെ? അവർ ബ്രദേഴ്സ് അവിടെ ഒന്നിച്ച് കിടക്കുന്നത് കണ്ടില്ലേന്ന് ചോദിച്ചു. ആ അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചതേ. അതറിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്താ കാര്യമെന്ന് നിധി ചോദിക്കാം. അപ്പോൾ അല്ല സാധാരണ ഭാര്യയും ഭർത്താവും ഒരേ മുറിയിലാണല്ലോ കിടക്കാറുള്ളതേ. നിങ്ങളുടെ ഹസ്ബൻഡ് ഗൾഫിലല്ലേ, എന്ന് രാത്രി കിടക്കാൻ നേരത്തെ ഫ്ലൈറ്റ് പിടിച്ച് അങ്ങോട്ട് പോകാറുണ്ടോ എന്ന് ചോദിച്ചു. അല്ല അതുപോലെ അല്ലല്ലോ ഇത്, ഇപ്പം രണ്ടുപേരും ഒന്നിച്ചുണ്ടല്ലോ. അവർ തറവാട്ടമ്പലത്തിലേക്ക് വന്നതല്ലേ, അതുകൊണ്ടാണ് അവിടെ കിടക്കുന്നത്, ഞാൻ ഇവിടെയും കിടക്കുന്നതെന്ന് നിധി. ഓ അല്ല നിങ്ങൾക്കുള്ളിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് ലളിത ചോദിച്ചപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളത് തീർത്ത് തരുമോ എന്ന് ലളിത ചോദിച്ചു. എനിക്കെന്താടി വേറെ ജോലിയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അറിയാലോ. അപ്പോൾ പിന്നെ പോയി കിടക്കാൻ നോക്കാൻ പറഞ്ഞു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ച് വെറുതെ കഷ്ടപ്പെടാതെ പോകാൻ നോക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചാന്ദിനി അങ്ങോട്ടേക്ക് വന്നു. തൊടാ കാട്ടിയ എന്തോന്ന് മുന്നേ നിന്നൊന്നും ആഗ്രഹിക്കാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുശുമ്പം കുത്തി നമ്മുടെ ലളിത നിൽക്കാം. ഇവള് നിന്റെ കൂടെയാണോ കിടക്കുന്നേ? അതെ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം? ആദ്യം പറഞ്ഞാൽ പോരായിരുന്നോ? എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നോ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 1000 ചോദ്യം വേറെയും ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയാമല്ലോ. വല്ലാത്ത നാവ് തന്നെ നിന്റെ എന്ന് പറഞ്ഞ ലളിത. ആ വീട്ടിലേക്ക് പറ്റിയ മുതല വെള്ളം ചൂടാക്കാൻ വന്നപ്പോൾ എന്തൊരു പാവായിരുന്നു. എപ്പോഴും പാവായിരുന്നാലേ നിങ്ങളെപ്പോലെയുള്ളവരെ തല കയറുന്ന തുള്ളും, അതുകൊണ്ടാണെന്ന് നമ്മുടെ നിധി അന്നേരം പറഞ്ഞു. അഹങ്കാരി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോയി. എന്നോട് അവളുടെ കളി എന്ന് പറഞ്ഞ ലളിത അങ്ങ് പോന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ രാവിലെ ആയി. സുഭാഷൊക്കെ ഒരുങ്ങി വന്നു. നീ എന്താണ് ഒരുങ്ങിയില്ലേന്ന് ചോദിച്ചു നികേഷിനോട് വന്നു സുഭാഷ്. അയ്യോ എന്നെ കണ്ട ഒരുങ്ങിയതുപോലെ ഇല്ലേ, ഷർട്ട് മാറ്റണോ എന്ന് നികേഷ് ചോദിച്ചപ്പം നന്നായിട്ടുണ്ട്. അല്ല സുധീഷ് ഹരീഷൊന്നും റെഡിയായില്ലേ? അവരെന്നേക്കാളും മുന്നേ റെഡി ആയതാണല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇവർ നിൽക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സുധീഷ് മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. ഇത് എന്താ ഇത് കാണണേന്ന് ചോദിച്ച് നികേഷ് നിൽക്കുക. എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എന്നൊക്കെ നമ്മുടെ സുധീഷ് ചോദിച്ചപ്പം ഇതെന്താ ഈ വേഷത്തിൽ? അപ്പോൾ എടാ നിധി സാരി ഉടുത്ത് വരുമ്പം ഒരു മാച്ചിങ് ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഏട്ടത്തെ സാരി ഉടുക്കുമെന്ന് സുധീഷേട്ടൻ എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചപ്പം എടാ മോനെ നികേഷേ, ഞാൻ അവളുടെ ഭർത്താവല്ലേടാ, എനിക്ക് നിധി അറിഞ്ഞൂടേ, നീ നോക്കിക്കോ, അവള് സാരി ഉടുത്തേ വരുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ നിധി സാരിയാക്കി ഉടുത്ത് അങ്ങോട്ടേക്ക് വന്നു. ഏട്ടത്തി സൂപ്പർ ആട്ടിപ്പൊളി എന്ന് നികേഷ് പറയുമ്പോൾ താങ്ക്സ് നികേഷ് എന്ന് പറഞ്ഞു നമ്മുടെ നിധി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സുധീഷ് ആഹാ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് പുഷ്പിക്കേണ്ട ഇഷ്ടമാവില്ല എന്ന് നികേഷ് പതുക്കെ സുധീഷിനോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഇവർ നിൽക്കുമ്പോൾ ഇറങ്ങാം നമുക്ക്, ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് നമ്മുടെ സുധീഷ് അകത്തേക്ക് കയറി ഓടുന്നു. അപ്പോൾ നിധിക്ക് കുറച്ച് മുല്ലപ്പൂ എടുത്തുകൊണ്ട് കൊടുത്തു സുധീഷ്. നിധി ഇത് ചൂടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇതെപ്പോൾ വാങ്ങി? അത് പിന്നെ രാവിലെ പോയി വാങ്ങിച്ചതാണെന്ന് സുധീഷ്. അപ്പോൾ ഹരീഷ് വന്നു. എൻ്റെ ദീപമേ ഇതൊന്നും നമ്മളറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് ഇങ്ങനെ ഹരീഷിനോട് പറയാം. നിധി സാരി ആയിരിക്കും കൊടുക്കാമെന്ന് എനിക്ക് തോന്നി, അതാ പോയി വാങ്ങിച്ചേ, എന്നാൽ ചൂടിക്കോന്നും പറഞ്ഞുകൊണ്ട് അത് നിധിക്ക് കൊടുത്തു. താങ്ക്സ് ഒക്കെ പറഞ്ഞു. അങ്ങനെ അതേ ഇവർ ഈ പൂവൊക്കെ ചൂടാനും ഒക്കെ തുടങ്ങുന്നതൊക്കെ നമ്മുടെ നികേഷ് അപ്പോൾ ഫോണിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.